www.hubburrasool.net. വാടകയ്ക്ക് സക്കാത്തുണ്ടോ? വാടകയ്ക്ക് സക്കാത്തില്ല. വാടകയ്ക്ക് സക്കാത്തില്ല. ഒരു കെട്ടിടം ഒരാൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കി വാടകയ്ക്ക് കൊടുക്കുന്നു. കെട്ടിടം ഒരാൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു വില കൊടുത്തു വാങ്ങിയവര് കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്നു. വാടകയ്ക്ക് സക്കാത്തില്ല. വാടകയായി കിട്ടിയ സംഖ്യ അത് സൂക്ഷിച്ച് നിസാബ് തികയുകയും ഒരു കൊല്ലം പൂർത്തിയാവുകയും ചെയ്താൽ സാധാരണ നമ്മുടെ നിക്ഷേപത്തിൽ സക്കാത്ത് കൊടുക്കുന്ന പോലെ സക്കാത്തുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ മേൽ വാടകയ്ക്ക് സക്കാത്തുണ്ട്. അത് കച്ചവട സ്വഭാവമുള്ളത് കൊണ്ട് മേൽ വാടകയ്ക്ക് സക്കാത്തുണ്ട്. ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു വീട് ഒരാൾ വാടകയ്ക്ക് വാങ്ങി. എന്തിനാണ് വാടകയ്ക്ക് വാങ്ങിയത്? മേൽ വാടകയ്ക്ക് കൊടുക്കാൻ. മേൽ വാടകയ്ക്ക് കൊടുക്കാമല്ലോ. വാടകയ്ക്ക് വാങ്ങിയ ഒരു കെട്ടിടമോ ഒരു സ്ഥലമോ ഒരു വാഹനമോ അതേ വാടകക്കോ അതിനേക്കാൾ കുറഞ്ഞ വാടകക്കോ കൂടിയ വാടകക്കോ വേറൊരാൾക്ക് വാടക കൊടുക്കുന്നതിന് വിരോധമില്ല. ആ കാലയളവിലായിരിക്കണം. എന്നത് കാലത്തിന്റെ പുറത്തേക്ക് പോകാൻ പാടില്ല. ഒരു വർഷത്തേക്ക് വാടകയ്ക്ക് വാങ്ങിയ സാധനം ഒരു വർഷത്തേക്ക് മാത്രം, 5 വർഷത്തേക്ക് വാങ്ങിയത് 5 വർഷത്തിനുള്ളിൽ മേൽവാടകയ്ക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെ മേൽവാടകയ്ക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കച്ചവട സ്വഭാവമുണ്ട്. അപ്പൊ സക്കാത്ത് നിർബന്ധമാകും. വർഷാവർഷങ്ങളിൽ സക്കാത്ത് കൊടുത്തിടണം. ഓരോ വർഷം തികയുമ്പോൾ വാടക വകുപ്പിൽ തന്റെ കയ്യിൽ എത്രയുണ്ടോ അതിന്റെ 2% കൊടുത്തുകൊള്ളണം. അല്ല, മേൽവാടകയ്ക്ക് വാങ്ങിയ കെട്ടിടം അടച്ചിട്ടാലും കഴിഞ്ഞ പീരീഡിന് ഉജ്റത്ത് മിഥില് സാമാന്യമായ പ്രദേശത്ത് സാമാന്യമായ ഒരു വാടക ഉണ്ടാകുമല്ലോ. അത് കണക്കാക്കി വർഷം തികഞ്ഞ സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞവരും ഉണ്ട്. പക്ഷേ അതിനെ മറ്റു ചില പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുണ്ട്. ശൂന്യതയിൽ നിന്നെടുത്ത് എന്ത് സക്കാത്ത് കൊടുക്കാൻ? അതുകൊണ്ട് വാടക വകുപ്പിൽ അവന്റെ കയ്യിൽ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ഒരു വർഷം തികഞ്ഞപ്പോൾ നിസാബ് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. സാധാരണ വാടക നിസാബ് തികഞ്ഞ ഒരു വർഷം തികഞ്ഞാൽ സക്കാത്ത് കൊടുത്താൽ മതി. ഇവിടെ മേൽവാടക കച്ചവട സ്വഭാവമുള്ളത് കൊണ്ട് വർഷം തികയുന്ന അവിടെ വർഷം തികഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം. വർഷം തികഞ്ഞപ്പോൾ നിസാബ് തികഞ്ഞാൽ മതി. നിസാബ് തികഞ്ഞിട്ടൊരു വർഷം പൂർത്തിയാകേണ്ടതില്ല. എന്തുകൊണ്ട്? മേൽവാടകയ്ക്ക് കച്ചവട സ്വഭാവമുള്ളത് കൊണ്ട്. സാലറിക്ക് സക്കാത്തില്ല. സാലറി വാങ്ങാതെ നിക്ഷേപിച്ചു വെക്കുകയാണെങ്കിൽ മാത്രമേ നേരത്തെ പറഞ്ഞതുപോലെ നിസാബ് തികഞ്ഞിട്ട് ഒരു വർഷം പൂർത്തിയാൽ. വാങ്ങാത്ത സാലറി, കിട്ടാനുള്ള സാലറി അല്ലെങ്കിൽ കിട്ടിയ സാലറി അതവിടെ നിർത്തിവെച്ചു. അങ്ങനെ നിർത്തിവെച്ച് നിസാബ് തികഞ്ഞ് ഒരു വർഷം പൂർത്തിയാൽ സക്കാത്ത് കൊടുക്കണം. അത്ര മാത്രമേ ഉള്ളൂ. റിയൽ എസ്റ്റേറ്റ് എന്ന ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അതിനാണല്ലോ സ്ഥാവര സ്വത്തിനാണല്ലോ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് കെട്ടിടങ്ങളാകട്ടെ നിലങ്ങളാകട്ടെ അതുകൊണ്ട് വിപണനം നടത്തുകയാണെങ്കിൽ, കച്ചവടം നടത്തുകയാണെങ്കിൽ അത് കച്ചവടച്ചരക്കായി മാറി. അതുകൊണ്ട് സാധാരണ കച്ചവടച്ചരക്കുകളുടെ നിയമം അതിന് ബാധകമാകുന്നു. വർഷം തികഞ്ഞാൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുത്തുകൊള്ളണം. റിയൽ എസ്റ്റേറ്റ് കച്ചവട സ്വഭാവത്തിലുള്ളത് ഇല്ലെങ്കിലോ, ഉദാഹരണമായിട്ട് ഒരാള് കമ്പനി ഉണ്ടാക്കാൻ സ്ഥലം വാങ്ങി, അല്ലെങ്കിൽ എന്താണ് ഒരു കമ്പനി, അതിന്റെ പ്രൊമോട്ടർമാർ കമ്പനി നിർമ്മിക്കാൻ വേണ്ടി കമ്പനി പ്രൊമോഷൻ നടത്തുമ്പോൾ കമ്പനിയുടെ പ്രൊമോട്ടർമാർ സ്ഥലം വാങ്ങി, കമ്പനിക്ക് വേണ്ട ആവശ്യമായ സ്ഥലങ്ങൾ വാങ്ങി. അവിടെ കമ്പനിയുടെ കെട്ടിടം, അതുപോലെ കമ്പനിയുടെ സ്ഥലം, ഈ പ്രോപ്പർട്ടികളൊന്നും തന്നെ അതൊക്കെ റിയൽ എസ്റ്റേറ്റിൽ പെടുന്നുവെങ്കിലും അവിടെ കച്ചവട സ്വഭാവമില്ല. ആ കമ്പനിയിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രൊഡക്റ്റുകൾ, ഉൽപ്പന്നങ്ങൾ, അത് മാത്രമാണ് ഇവിടെ കച്ചവട ചരക്കുകൾ. അതിന് മാത്രമേ സക്കാത്തുള്ളൂ. ആ കെട്ടിടങ്ങൾക്കോ അല്ലെങ്കിൽ സ്ഥലങ്ങൾക്കോ സക്കാത്തില്ല എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ബൂഫിയ, ബക്കാല, മറ്റു ഷോപ്പുകൾ ഇതിന് സക്കാത്തുണ്ടോ? അതൊക്കെ കച്ചവട സ്വഭാവമുള്ളതായതുകൊണ്ട് ആ കെട്ടിടങ്ങൾക്കോ അവിടുത്തെ ഫർണിച്ചറുകൾക്കോ ഉപകരണങ്ങൾക്കോ സക്കാത്തില്ല. ചരക്കുകൾ, പ്രൊഡക്റ്റുകൾ, വിതരണ വാഹനങ്ങൾക്ക് സക്കാത്തില്ല. അവിടെ ഉള്ള പ്രൊഡക്റ്റുകൾക്ക് സക്കാത്തുണ്ട്. അപ്പൊ അവിടെ വർഷം തികഞ്ഞാൽ കച്ചവടം തുടങ്ങിയ ഡേറ്റ് കുറിച്ചു വെക്കണം. അത് 10 പൈസ നാണയം കൊണ്ട് തുടങ്ങിയതായിരുന്നാലും ശരി, വർഷം തികഞ്ഞാൽ നിസാബ് പൂർത്തിയായാൽ മതി കച്ചവടങ്ങൾ. അത് ബൂഫിയാകട്ടെ, ബക്കാലയാകട്ടെ, അതല്ലാത്ത സൂപ്പർ മാർക്കറ്റ് ആകട്ടെ, ഏതു വിധത്തിലുള്ള ഷോപ്പുകളോ കച്ചവടങ്ങളോ ആകട്ടെ, കച്ചവടം തുടങ്ങി ഒരു വർഷം പൂർത്തിയായി. നേരത്തെ പറഞ്ഞതുപോലെ 75 ഗ്രാം സ്വർണം അതിന്റെ മൂല്യമുള്ള നാണയം നമ്മുടെ കയ്യിൽ നാണയത്തിന്റെ മൂല്യത്തിൽ ചരക്കുകൾ എത്തി. വിലക്കെട്ടി നോക്കുമ്പോൾ വർഷം പൂർത്തിയായാൽ വിലക്കെട്ടി നിസാബ് എത്തിക്കഴിഞ്ഞാൽ അതിന് സക്കാത്ത് കൊടുത്തുകൊള്ളണം. അങ്ങനെ സക്കാത്തിൽ നമ്മൾ വിലക്കെട്ടുമ്പോൾ എന്തിനൊക്കെ വിലക്കെട്ടണം? ഷോപ്പിന് വിലക്കെട്ടോ ഇല്ല, ഷോപ്പിന്റെ ഇടം സ്ഥലത്തിന് വിലക്കെട്ടോ ഇല്ല, അവിടെയുള്ള ഫർണിച്ചറുകൾക്ക് വിലക്കെട്ടോ ഇല്ല, അത് സംബന്ധമായിട്ട് സാധനങ്ങളുടെ ട്രാൻസ്പോർട്ടിങ്ങിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വിലക്കെട്ടുമോ ഇല്ല. പിന്നെയോ അവിടെ ഇപ്പോൾ കൊണ്ടുവച്ച മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ് എന്തൊക്കെയുണ്ട്,
ഉണ്ട്, അതിന് വില കിട്ടും. ഉണ്ടാക്കിയ പ്രൊഡക്റ്റുകൾ ഇപ്പം ഒരു ടീ ഷോപ്പാണെന്ന് വെക്കുക, അവിടെയുള്ള തേയില കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തിട്ടുള്ള തേയില, പഞ്ചസാര അടക്കം, അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുള്ള അരി, മുളക്, മല്ലി, അതുപോലെ തന്നെ അവിടെ പിന്നെ കൊണ്ടുവച്ചില്ല പൊടി സാധനങ്ങൾ എല്ലാം വിലക്കെട്ടേണ്ടതാകുന്നു. ഉണ്ടാക്കിയ പലഹാരങ്ങൾ, അപ്പങ്ങളും, അതുപോലെ തന്നെ വെള്ളപ്പമാകട്ടെ, കൽത്തപ്പമാകട്ടെ, എന്ത് സാധനങ്ങളാകട്ടെ, പിന്നെ സാൻഡ്വിച്ച് ആകട്ടെ, അതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചതിനും വില കിട്ടണം. കിട്ടാനുള്ള സംഖ്യകൾക്ക് വില കണക്കാക്കണം. ഇപ്പോൾ റെഡി കാശായിട്ട് അവിടെ ലിക്വിഡിറ്റി പ്രാപിച്ചിട്ടുള്ള സംഖ്യകളുണ്ടോ അതിനും കണക്കാക്കണം. അപ്പൊ റെഡി കാശായിട്ട് കച്ചവട വകുപ്പിൽ ഇപ്പോൾ കയ്യിരിപ്പുള്ളത്, കിട്ടാനുള്ളത്, അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള പ്രോഡക്റ്റുകൾ, ഉൽപ്പന്നങ്ങൾ, അതിന് മൊത്തം വില കിട്ടി അതിന്റെ 2.5% സക്കാത്ത് കൊടുത്തു. വിരൽത്തുമ്പുകൾ നഗ്നതയുടെ കഥ പറയുമ്പോൾ, കർണപുടങ്ങൾ മ്യൂസിക്കിൽ ലയിക്കുമ്പോൾ, ചികഞ്ഞ ചിത്രങ്ങൾ ഇക്കിളിപ്പെടുത്തുമ്പോൾ, ആത്മീയ വീഥിയിലൂടെ വഴി നടത്താൻ വെബ്സൈറ്റ് യുഗത്തിലേക്കൊരു പുത്തൻ കാൽവെപ്പ്. www